വേർഡ്സ് ആൻഡ് ഡീഡ്സ് മസ്റ്റ് ഗോ ടുഗെദർ. നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒരേപോലെ പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ വേദിയിൽ വളരെ വിശുദ്ധനായ ഒരാളായി മാറുകയും നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ അവിശുദ്ധി അല്ലെങ്കിൽ അശുദ്ധിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ചെയ്യുന്നത് കൃത്യമായ ധാർമ്മിക കാര്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ധാരാളം ഉപദേശിമാർക്കും ഈ ഒരു പ്രശ്നമുണ്ട്. ധാരാളം പുതിയ സുവിശേഷകർക്കും കൺവെൻഷൻ പ്രസംഗകർക്കും ഒക്കെ ഈ ഒരു പ്രശ്നമുണ്ട്. അവരുടെ തനത് വ്യക്തിത്വത്തിൽ നിന്ന് മാറി പലപ്പോഴും അവർ സ്റ്റേജിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ പോഡിയത്തിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ അവർ നിർമ്മിച്ചുണ്ടാക്കുന്ന ഒരു മത വ്യക്തിത്വമാണ്. കേരളത്തിലെ കൺവെൻഷൻ വേദികൾ, കൺവെൻഷൻ പ്രസംഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ ഞാനൊന്ന് പരിശോധിക്കുമ്പോൾ അതിലൊരു ഒട്ടുമിക്ക ആളുകളും അവരുടെ തനത് വ്യക്തിത്വത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അവർ നിർമ്മിച്ചുണ്ടാക്കുന്ന അവരുടെ മതവ്യക്തിത്വം എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോമിലെത്തുമ്പോൾ, പോഡിയത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ തനത് ശൈലിയിൽ നിന്നും തനത് രീതിയിൽ നിന്നൊക്കെ മാറി മറ്റൊരാളായി തങ്ങളെ ചിത്രീകരിക്കാൻ അവർ ശ്രമിക്കാറുണ്ട്. സമകാലിക മലയാള സിനിമയിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ട്രാൻസ് എന്ന സിനിമയെ അധികരിച്ചുകൊണ്ട് ചില വാക്കുകൾ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, 2000-ന് ശേഷമുള്ള മലയാള സിനിമകളിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും അതുപോലെ തന്നെ മലയാളിയുടെ സാംസ്കാരിക സാമൂഹിക ഇടങ്ങളെ കൃത്യമായി നിർണ്ണയിക്കുന്ന കാര്യത്തിലും വിശകലനം ചെയ്യുന്ന കാര്യത്തിലും മലയാള സിനിമ വലിയ നേട്ടങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ് എന്ന സിനിമയെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അൻവർ റഷീദ് എന്ന സംവിധായകനിലൂടെ ഫഹദ് ഫാസിലിൻ്റെ വിജു പ്രസാദ് എന്ന കഥാപാത്രം കൃത്യമായി ന്യൂ ജനറേഷൻ ബന്ധക്കോസ്ത് രീതികളെ സമൂഹത്തിലെ എല്ലാ ആളുകളിലേക്കും വരച്ചു കാട്ടുന്നൊരു സിനിമയായിട്ടാണ് നമ്മൾ ട്രാൻസിനെ മനസ്സിലാക്കുന്നത്. സിനിമകൾ അഭ്രപാളികളിൽ കാഴ്ചക്കാർ കാണുന്നു എന്നതിലൊക്കെ ഉപരിയായി സിനിമകൾ കൈമാറുന്ന സന്ദേശങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സാമൂഹിക മൂല്യങ്ങളെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സിനിമ എന്ന മാധ്യമത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ട്രാൻസ് എന്ന സിനിമ കൃത്യമായി നാം പരിശോധിക്കുമ്പോൾ നിലവിലുള്ള ബന്ധക്കോസ്ത് സമൂഹത്തിൻ്റെ രീതികളെ കൃത്യമായി വിശകലനം ചെയ്യുന്നുണ്ട്. സാധുക്കളായിട്ടുള്ള ആളുകളുടെ ആരാധനാ കേന്ദ്രങ്ങൾ എന്ന നിലയിലാണ് ബന്ധക്കോസ്ത് സഭകൾ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഇന്നതിന് അത്തരമൊരു മാനമല്ല ഉള്ളത്. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലും സാമാന്യ ജീവിതം നയിച്ച് ബന്ധക്കോസ്ത് വിശ്വാസങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ ബന്ധക്കോസ്ത് നവ ചലനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ, അതായത് ന്യൂ ജനറേഷൻ ബന്ധക്കോസ്തിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ, പണ്ടുണ്ടായിരുന്ന ബന്ധക്കോസ്ത് പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിലയിലാണ് ഇന്നത്തെ ബന്ധക്കോസ്തിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കൊട്ടേഷൻ എന്ന് പറയുന്നത്, ഞങ്ങളുടെ സുവിശേഷം അനുഭവ വേദ്യമാണ്, അനുരഞ്ജനത്തിൻ്റേതല്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരിക്കലും അനുരഞ്ജനത്തിലൂടെ ആളുകളെ മതാനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നൊരു ചരിത്രമല്ല ബന്ധക്കോസ്തിന് മുമ്പുണ്ടായിരുന്നത്. മറിച്ച് ബന്ധക്കോസ്ത് എപ്പോഴും ആളുകളുടെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന ഒരു സംവിധാനമാണ്, ഒരു മത ഇടമാണ്. എന്നാൽ ഇന്നത് മാറിയിട്ട് ഇന്ന് കൂടുതൽ അത് അനുഭവവേദ്യം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് അനുരഞ്ജനത്തിൻ്റെ മാർഗത്തിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇവിടെ വില്ലനാകുന്നത് പണവും പ്രശസ്തിയുമാണ്. ഒരു കാലത്ത് എഴുത്തുകാരനും കവിയുമായിരുന്ന ശ്രീകുമാരൻ തമ്പി പറഞ്ഞതുപോലെ, എല്ലാം പണം നടത്തും ഇന്ദ്രജാല പ്രകടനങ്ങൾ.
മതങ്ങളെ പണം റീപ്ലേസ് ചെയ്യുന്നു. മതാനുഭവങ്ങളെ പണം തീർത്തും ചവിട്ടിത്താഴ്ത്തുന്ന അല്ലെ കൊന്നുകളയുന്നൊരനുഭവം ഉണ്ടാകുന്നു. ആളുകളുടെ അനുഭവങ്ങളുടെ മീതെ പണത്തിൻ്റെ കേളീരംഗങ്ങളാണ് ഇന്ന് മതസംവിധാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു സിനിമയെ നമ്മൾ പരിശോധിക്കുമ്പോൾ ധാരാളം കഥാപാത്രങ്ങൾ വന്നുപോകുന്ന സിനിമയാണെങ്കിലും ഇതിൽ പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്യുന്നത് ഫഹദ് ഫാസിലിൻ്റെ വിജു പ്രസാദ് എന്ന കഥാപാത്രമാണ്. വിജു പ്രസാദ് എന്ന കഥാപാത്രത്തിൽ നിന്ന് ജോഷുവ കാൾട്ടൺ എന്ന ന്യൂ ജനറേഷൻ സ്പീക്കറുടെ ഒരു അനുഭവത്തിലേക്ക് മാറുന്ന അല്ലെങ്കിൽ ഒരു റോളിലേക്ക് മാറുന്ന ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വിജു പ്രസാദിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഒത്തിരി മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നൊരു മനുഷ്യനാണ്. എന്നാൽ പ്രൊഫഷണലി അദ്ദേഹം ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിരുന്നു. ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിരിക്കുമ്പോൾ തന്നെ തൻ്റെ സഹോദരൻ്റെ മരണത്തിന് ശേഷം തനിക്ക് തന്നെ കൂടെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ അദ്ദേഹത്തിന് കൈമോശം വരുമ്പോൾ എല്ലാം അസ്ഥാനത്തായി എന്ന് തോന്നുന്നൊരു സമയത്താണ് കൃത്യമായി വിജു പ്രസാദ് ജോഷുവ കാൾട്ടനിലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. വിജു പ്രസാദ് ഒരു ഇഫക്റ്റീവായിട്ടുള്ള എക്സലൻറ്റ് മോട്ടിവേഷണൽ സ്പീക്കർ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഒരു കൂട്ടം സമ്പന്നരായ ബിസിനസ്സുകാർ വാടകയ്ക്ക് ഹയർ ചെയ്യുകയും ഇദ്ദേഹത്തെ ഒരു സുവിശേഷ പ്രവർത്തകനാക്കി സുവിശേഷ പ്രസംഗകനാക്കി ജോഷുവ കാൾട്ടൺ എന്ന പേരിൽ അദ്ദേഹത്തെ മാറ്റുകയും ചെയ്യുകയാണ്. പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിജു പ്രസാദ് എന്ന പേരിൽ ഒരു സുവിശേഷ പ്രസംഗകൻ ഉണ്ടാകുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അല്ലെങ്കിൽ വിജു പ്രസാദ് എന്ന പേരിൽ ഒരു മിറക്കിൾ വർക്കർ അല്ലെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ഒരു സുവിശേഷ പ്രസംഗകൻ ആ പേരിൽ അറിയപ്പെടുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ആ പേരിനെ പോലും കൃത്യമായി മാറ്റിമറിച്ചുകൊണ്ട് ആ പേരിൽ പോലും കൃത്യമായ രാഷ്ട്രീയം കണ്ടുകൊണ്ട് തന്നെ ആ പേരിനെ തന്നെ മാറ്റിയെടുക്കുകയാണ്. നീ ഇനി മുതൽ ജോഷുവ കാൾട്ടൺ എന്നറിയപ്പെടും എന്നൊരു അനുഭവത്തിലേക്ക് വിജു പ്രസാദിനെ മാറ്റുകയാണ്. വിജു പ്രസാദിൻ്റെ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന അല്ലെ മോട്ടിവേഷണൽ സ്കില്ലിനെ ഒരു കൂട്ടം ബിസിനസ്സുകാർ ഉപയോഗിക്കുകയാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുവിശേഷ പ്രസംഗം അല്ലെങ്കിൽ രോഗശാന്തി ശുശ്രൂഷകൾ, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ശുശ്രൂഷകൾ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു അഭിനയമോ അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള സ്കിൽഡായിട്ടുള്ള പരിപാടിയല്ല. മറിച്ച് അത് ആത്മനിറവോടുകൂടി തന്നെ അതിന് പ്രത്യേകമായ വരം കിട്ടിയ ആളുകൾ ചെയ്യേണ്ട ശുശ്രൂഷയാണ്. രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നയാൾ രോഗശാന്തി വരം കിട്ടിയ ആളാണ്. പ്രവചന ശുശ്രൂഷ ചെയ്യുന്നയാൾ പ്രവചന വരം കിട്ടിയ ആളാണ്. ഒരു പ്രഭാഷകനായി മാറുന്നയാൾ ആ പ്രഭാഷകനുള്ള വരം ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടാണ് അദ്ദേഹം അതിലേക്ക് നീങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു സിനിമ കാണുമ്പോൾ സാധാരണക്കാർക്കുണ്ടാവുന്ന ഒരു തോന്നലെന്ന് പറയുന്നത് ആർക്കും ഒരു ഉപദേശിയായി മാറാം, അല്ലെങ്കിൽ അത്യാവശ്യം വാക്ചാതുര്യമുള്ള ആളുകൾക്ക്, അത്യാവശ്യം സംസാരിച്ച് നിൽക്കാൻ കഴിവുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു സുവിശേഷകനായോ ഒരു മിറക്കിൾ വർക്കറായോ മാറാൻ കഴിയുമെന്നുള്ള ഒരു തെറ്റായ സൂചന, ഒരു തെറ്റായ ധാരണ ഈ സിനിമ സാധാരണക്കാരായിട്ടുള്ള ശ്രോതാക്കൾക്ക്, പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട്. വിജു പ്രസാദിനെ പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ വിജു പ്രസാദിൻ്റെ ആ ഒരു കപ്പാസിറ്റിയാണ് ഇവിടെ ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ തന്നെ അവർ അദ്ദേഹത്തിൻ്റെ കരിസ്മ ഉപയോഗിക്കുന്നു. ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിലെ ശിഷ്യന്മാരൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ, യേശുദാനും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും അവരുടെ കരിസ്മ ഉപയോഗിച്ചല്ല ചെയ്യുന്നത്, മറിച്ച് അവരുടെ ഉള്ളിലുള്ള ആ ഒരു ദൈവശക്തിയെയാണ് അവർ കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ കരിസ്മ ഉപയോഗിച്ച് ഇദ്ദേഹത്തെ രോഗസൗഖ്യത്തിൻ്റെ ആളായിട്ടും അത്ഭുതങ്ങളുടെ ആളായിട്ടുമൊക്കെ ഇദ്ദേഹത്തെ കൃത്യമായി എന്ത് ചെയ്യുകയാണ്, കൃത്യമായി വരച്ചു കാട്ടാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനിടയ്ക്ക്, ആ സിനിമയ്ക്കിടയ്ക്ക് ഒരു രംഗത്ത് ഇദ്ദേഹം പറയുന്നുണ്ട്, തൻ്റെ വേദിയിലേക്ക് കയറി വന്ന് തന്നോട് പ്രാർത്ഥിക്കാൻ
ആവശ്യപ്പെടുന്ന ആളോട് അദ്ദേഹം നമ്മുടെ ജോഷുവ കാൾട്ടൻ പറയുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ ദൈവമായ യഹോവയെ നീ പരീക്ഷിക്കരുത്. അപ്പോൾ ഈ മനുഷ്യൻ ഒരു മനുഷ്യൻ എന്നതിലൊക്കെ അപ്പുറമായി ദൈവം കുടികൊള്ളുന്നൊരു മനുഷ്യനായി പെട്ടെന്ന് മാറുകയാണ്, പെട്ടെന്നൊരു യേശുവായി മാറുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാം നമ്മളായി തന്നെ ജീവിച്ച് നമ്മളായി തന്നെ മരിച്ച് മൺമറയേണ്ടവരാണ്. നമുക്കാർക്കും യേശുവാകാനോ പരിശുദ്ധാത്മാവാകാനോ യഹോവയായ ദൈവമാകാനോ കഴിയില്ല. മറിച്ച് ഈ ഭൂമിയിൽ എന്ത് കർത്തവ്യത്തിന് വേണ്ടിയാണ്, എന്ത് ഉത്തരവാദിത്വത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത്, അത്തരം ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും മനോഹരമായി ചെയ്യുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വിജു എന്നയാൾ ഇപ്പോൾ ഒരു വലിയ പാസ്റ്ററാണ്. അദ്ദേഹം ജോഷുവ കാൾട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹം പ്രശസ്തിയുടെ കൊടുമുടികൾ കയറുന്നു, ധാരാളം പണം സമ്പാദിക്കുന്നു, കപട സൗഖ്യങ്ങളിലൂടെ വഞ്ചനയുടെ ഒരു പുതിയ ഇടം അദ്ദേഹം കണ്ടെത്തുന്നു. പക്ഷേ അദ്ദേഹം ഇതൊക്കെ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് അറിയാം ഇതൊന്നും ഒറിജിനലായിട്ട് താൻ ചെയ്യുന്നതല്ല, മറിച്ച് ഒരു കൂട്ടം സാമ്പത്തിക ശ്രേണിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളുകൾ തന്നെ കൊണ്ട് നിർബന്ധിച്ച് തന്നെ വാടകയ്ക്കെടുത്ത് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇത്തരം കപട സൗഖ്യങ്ങളുടെ വഞ്ചനകൾ അദ്ദേഹത്തെ മാനസികമായിട്ട് തകർക്കുന്നുണ്ട്. പതുക്കെ അദ്ദേഹം തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് വരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ ആധ്യാത്മികമായി ചിന്തിക്കുമ്പോൾ ഗൗരവമേറിയ കാര്യങ്ങളാണ്. ഈ സിനിമ പ്രധാനമായി കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളൊന്ന് മതത്തിൻ്റെ കച്ചവടവൽക്കരണം, 2 മാനസിക ആരോഗ്യം, 3 വിശ്വാസവും വഞ്ചനയും തമ്മിലുള്ള വ്യത്യാസം, 4 അസ്തിത്വവും രൂപമാറ്റവും. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായി ഈ സിനിമ ചർച്ച ചെയ്തത്. പ്രാരംഭമായി മതത്തിൻ്റെ കച്ചവടവൽക്കരണം, എങ്ങനെയാണ് മതത്തിനെ നമുക്ക് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ കഴിയുന്നത് എന്നൊരു കാര്യം. ഞാൻ ചില മാസങ്ങൾക്ക് മുമ്പ് തിരുവല്ല KSRTC സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഒരു ബ്രദർ എൻ്റെ കയ്യിലൊരു അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് തരികയാണ്. അപ്പോൾ അദ്ദേഹം അഡ്വർടൈസ്മെൻറ്റ് എൻ്റെ കയ്യിൽ തരുമ്പോൾ അദ്ദേഹം ഏതോ ഒരു മുന്തിയ കമ്പനിയിലെ ഒരു സ്റ്റാഫ് വർക്കറെ പോലെ യൂണിഫോമൊക്കെ ഇട്ട് ടൈയൊക്കെ കെട്ടി നല്ല വേഷത്തിലാണ് അദ്ദേഹം എൻ്റെ അരികിലേക്ക് വന്ന് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പം സാധാരണയായി മുമ്പ് നമ്മൾ കണ്ടുവന്നിട്ടുള്ള കാര്യം, ഏതെങ്കിലുമൊക്കെ കമ്പനിയുടെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ടെക്സ്റ്റൈൽസിൻ്റെ അഡ്വർടൈസിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാങ്കുകളുമായി ബന്ധപ്പെട്ടുള്ള അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയൊക്കെയാണ് ആളുകൾ വന്നിട്ടുള്ളത്. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, സുവിശേഷം അല്ലെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും എത്രത്തോളം കച്ചവടവൽക്കരണത്തിൻ്റെ പാതയിലേക്ക് എത്തി എന്നെനിക്ക് മനസ്സിലായി. കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്ക് 10-ാം തീയതി ഇവിടെ പ്രോഗ്രാമുണ്ട്, അതുകൊണ്ട് താങ്കൾ വരണമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആ മനുഷ്യനെ അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുമില്ല, പിന്നീട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, എനിക്കൊരു പരിചയമില്ലാത്ത മനുഷ്യനാണ്. അപ്പോൾ ഈ സിനിമ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അത്തരത്തിലുള്ള ചൂഷണങ്ങളാണ്, മതത്തിൻ്റെ കച്ചവടവൽക്കരണമാണ്. മതത്തെ എങ്ങനെ കൊള്ള ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന കാര്യമാണ്. മതത്തെ എങ്ങനെ പണം സമ്പാദിക്കാനുള്ള മാർഗമായി കൈകാര്യം ചെയ്യാം, തിന്മയുടെ ഏതറ്റം വരെ സഞ്ചരിച്ചും പണം കൊയ്തെടുക്കാം, പണം വാങ്ങിയെടുക്കാം എന്നുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വശം മതത്തിനുണ്ട് എന്നുള്ള സൂചന കൂടെ ഈ സിനിമയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. രോഗസൗഖ്യത്തിൻ്റെ പേരിൽ സമകാലിക മതം കാട്ടുന്ന കാപട്യത്തെ ഈ സിനിമ തുറന്നു കാണിക്കും. ഇതൊരു ക്രിസ്തീയ പ്രമേയമാണെങ്കിലും ഈ സിനിമ കാണുന്ന ആളുകളെ സംബന്ധിച്ച് എല്ലാ മതങ്ങളിലുമുള്ള സമകാലിക വഞ്ചനയുടെ കൃത്യമായ മുഖം ഈ സിനിമ പുറത്തു കാട്ടുന്നുണ്ട്. രോഗസൗഖ്യത്തിൻ്റെ പേരിൽ ക്രിസ്തീയ മതം മാത്രമല്ല, ഇസ്ലാമും ഹിന്ദു മതവും മറ്റ് കൊച്ചു മത സംവിധാനങ്ങളുമൊക്കെ ആളുകളെ ചൂഷണം ചെയ്യുന്നത് ഈ ഒരു സിനിമയിലൂടെ വളരെ കൃത്യമായി നമ്മളെ വരച്ചു കാട്ടുന്നുണ്ട്.
ഇവിടെ വിശ്വാസത്തെ എങ്ങനെയാണ് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്? അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു അധാർമിക പ്രവണത ഇവിടെ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. വിവിധ ഭാഷയിലും വിവിധ വംശങ്ങളിലും വിവിധ സാമൂഹിക സംവിധാനങ്ങളിലുമൊക്കെ ജനിച്ചു വളർത്തപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരിടമാണ് സഭയെന്ന് പറയുന്നത്. അവിടെ ഒരു ഈക്വാളിറ്റിയും ഒരു സമത്വവും സമതുല്യതയും ഒക്കെ ഉള്ള സ്ഥലമാണ് സഭയെന്ന് പറയുന്നത്. എന്നാൽ ന്യൂ ജനറേഷൻ സഭകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ വളരുന്നത് ആ സഭ നടത്തുന്നയാൾ മാത്രമാണ്. ചിട്ടിക്കമ്പനി പോലെ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ബാങ്കുകൾ നടത്തുന്നത് പോലെ സഭകൾ കൂണുപോലെ നമ്മുടെ കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ കൊച്ചു പട്ടണങ്ങളിൽ കൂണുപോലെ സഭകൾ മുളയ്ക്കുകയും ധാരാളം ഇത്തരത്തിലുള്ള കപട സുവിശേഷ വേലക്കാർ പിറവിയെടുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വിശ്വാസത്തെ എത്രത്തോളം അധാർമിക പ്രവണതകൾക്ക് വേണ്ടി മാറ്റിമറിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഇതിലൂടെയൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മതത്തിൻ്റെ കച്ചവടവൽക്കരണം കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമ ചർച്ച ചെയ്യുന്നൊരു പ്രമേയം എന്ന് പറയുന്നത് മാനസികാരോഗ്യമാണ്, മെൻ്റൽ ഹെൽത്താണ്. ഈ സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം മാനസിക വെല്ലുവിളി അനുഭവിക്കുന്നവരുടെ പ്രശ്നം കൂടിയാണ്. സാധാരണയായി മുമ്പൊക്കെ നമ്മൾ അംഗവൈകല്യമുള്ള ആളുകൾ, ഈ മാനസിക വെല്ലുവിളി അനുഭവിക്കുന്ന ആളുകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, അത്തരത്തിലുള്ള ആളുകളുടെ വിഷയങ്ങളൊന്നും കുറേ വർഷം മുമ്പ് വരെ നമ്മൾ ചർച്ച ചെയ്തിരുന്നില്ല. എന്നാൽ ഈ ഒരു സമീപകാലങ്ങളിൽ നമ്മൾ കൃത്യമായി ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വിഷയമാണെങ്കിൽ ക്യൂർ എന്ന് പറയുന്ന ഒരു ടേമിൽ തന്നെയാണ് അവർ അറിയപ്പെടുന്നത്, LGBTQ, അതൊക്കെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിൽ മാനസിക വെല്ലുവിളി അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന വിജു പ്രസാദ് തന്നെ അതിനൊരു ഉദാഹരണമാണ്. അദ്ദേഹം അനുഭവിക്കുന്ന ആ ഒരു ട്രോമ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മരണശേഷം തനിക്ക് മാനസികമായി ഒരു സുസ്ഥിരത ഉണ്ടാവാത്ത രീതിയിലേക്ക് താൻ മാറ്റപ്പെടുകയും വീണ്ടും തന്നെ ആ ഒരു മരണം ഹോണ്ട് ചെയ്യുകയും വേട്ടയാടുകയും ചെയ്യുന്ന അനുഭവം കൃത്യമായി ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ മാനസിക ആരോഗ്യം എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. മാനസിക വെല്ലുവിളി അനുഭവിക്കുന്ന ആളുകളെ കൃത്യമായി പരിചരിക്കണമെന്നുള്ള ഒരു സന്ദേശം കൂടെ ഈ സിനിമ കൈകാര്യം ചെയ്യുന്നുണ്ട്. മൂന്നാമത് വിശ്വാസവും വഞ്ചനയും. ശരിയായ വിശ്വാസം, അതുപോലെ തന്നെ കാൽക്കുലേറ്റഡ് ഡിസെപ്ഷൻ, കണക്ക് കൂട്ടിയുള്ള വഞ്ചന. ഇത് രണ്ടാണ്. വിശ്വാസവും വഞ്ചനയും രണ്ടാണ്. ഇതൊരിക്കലും ഒരുമിച്ച് സഞ്ചരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. നമുക്ക് ബൈബിള് പരിശോധിക്കുമ്പോൾ അനന്യാസും സഫീറയും പത്രോസിൻ്റെ അരികിലേക്ക് വരുമ്പോൾ വിശ്വാസത്തിൻ്റെ പേരിലാണ് അവർ വരുന്നതെങ്കിലും അവരുടെ ഉള്ളിൽ കൊടികുത്തി വാഴുന്ന വഞ്ചന, മിസ്അപ്രോപ്രിയേറ്റിംഗ്, അല്ലെങ്കിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതെ ദുർവിനിയോഗം ചെയ്യുന്ന അവരുടെ ആ ഒരു സാമ്പത്തിക ദുർവിനിയോഗം പ്രധാനമായിട്ടും അവരുടെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശ്വാസവും വഞ്ചനയും എപ്പോഴും രണ്ടാണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. സാക്രിലേജിയസ് ഡീഫ്രോഡിറ്റി എന്നൊരു പദം തന്നെയുണ്ട്. സാക്രിലേജിയസ് ഡീഫ്രോഡിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പേരിൽ, വിശുദ്ധിയുടെ പേരിൽ നടത്തുന്ന വഞ്ചന. നമുക്കറിയാം പലയിടങ്ങളിലും വലിയ സന്യാസികളുടെ മഠങ്ങളുണ്ട്. കേരളത്തിൽ തന്നെ പലയിടങ്ങളിലുമുണ്ട്. അത്തരം സ്ഥലങ്ങളിലേക്ക് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കോ കടന്നു ചെല്ലാൻ കഴിയില്ല. അവിടെ എന്തെങ്കിലും തിന്മ പ്രവൃത്തികളോ അധാർമിക പ്രവണതകളോ കണ്ടാൽ കൂടി അവർക്ക് പരിശോധിക്കാൻ പോകാൻ കഴിയില്ല. ധാരാളം അത്തരത്തിലുള്ള മഠങ്ങളുടെ 2 നില 4 നില കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നൊക്കെ ധാരാളം അവരുടെ ശിഷ്യന്മാരും ശിഷ്യകളുമൊക്കെ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെങ്കിൽ എന്നാൽ അവിടെയെങ്കിലും പോയി ചെക്ക് ചെയ്യാനോ പരിശോധിക്കാനോ ഒന്നും ഇവിടെയുള്ള ഒരു ഉദ്യോഗവൃന്ദത്തിനും കഴിയുന്നില്ല. മറിച്ച് അത്തരം സ്ഥലങ്ങളിൽ ചെല്ലുകയും അവിടെയുള്ള പ്രധാനപ്പെട്ട ഗുരുവര്യന്മാരുടെ കാലിൽ ചുംബിക്കുവാനും അവരിൽ നിന്ന് അനുഗ്രഹങ്ങളും ആശ്ലേഷങ്ങളുമൊക്കെ നേടാനുമാണ് ഇവിടെ ആളുകൾ ശ്രമിച്ചിട്ടുള്ളത്. വിജു പ്രസാദിൻ്റെ വേഷം കെട്ടലിലൂടെ കൊടിയ വഞ്ചനയാണ് ആരംഭിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കറായി ജീവിക്കേണ്ടുന്നൊരു മനുഷ്യൻ
മറ്റൊരു വേഷം കെട്ടാൻ ഇറങ്ങുമ്പോൾ അതൊരു കൊടിയ വഞ്ചന തന്നെയാണ്. തീർച്ചയായും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പലയിടങ്ങളിലും പ്രവർത്തിക്കുന്ന ന്യൂ ജനറേഷൻ സഭകളിലെ ഉപദേശിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു വിളി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് ചെയ്യാവൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരു വിളി ഇല്ലാതിരിക്കെ ഒരിക്കൽ പോലും നിങ്ങൾ അത്തരത്തിലുള്ളൊരു വേഷം കെട്ടലിലേക്ക് നീങ്ങാൻ പാടില്ല. അത്തരത്തിലുള്ളൊരു വേഷം കെട്ടൽ തികച്ചും കൊടിയ വഞ്ചനയാണ്. അത് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ നാലാമതിവിടെ പറയുന്നൊരു വിഷയം അസ്തിത്വവും രൂപമാറ്റവുമാണ്. ഐഡൻറ്റിറ്റി ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. അത് നമുക്ക് നിശ്ചയമായും ഈ വിജു പ്രസാദിൻ്റെ ഈ രണ്ട് മുഖങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. വിജു പ്രസാദിൻ്റെ രണ്ട് മുഖമുണ്ട്. അതായത് ബിറ്റ്വീൻ ഹിസ് ട്രൂ സെൽഫ് ആൻഡ് കൺസ്ട്രക്റ്റഡ് റിലീജിയസ് പെർസോണ. പണ്ടൊക്കെ നമുക്കറിയാം, നാടകങ്ങളിലൊക്കെ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ആളുകൾ, സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളുകൾ, അവർക്കൊരു ട്രൂ സെൽഫുണ്ട്. പക്ഷേ സിനിമ അവർക്ക് കൊടുക്കുന്ന വേഷം അവർ കൈകാര്യം ചെയ്യുമ്പോൾ അവർ ആ സിനിമയിലെ തിരക്കഥാകൃത്ത് എന്ത് വേഷം പറയുന്നു അതാണ് അവർ ചെയ്യുന്നത്. ഈ മോഹൻലാലിനെ പോലെയുള്ള സിനിമാ നടന്മാരെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ, കിരീടം പോലുള്ള സിനിമ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് രംഗത്തിൽ നമുക്കറിയാം, മോഹൻലാലിൻ്റെ പിതാവ് തിലകൻ ചെയ്യുന്ന ആ പോലീസ് വേഷം ചെയ്യുന്ന തിലകനെതിരെ ആ വില്ലൻ വന്ന് അദ്ദേഹത്തെ ആക്രമിക്കുമ്പോൾ മകനായ മോഹൻലാൽ ആ വില്ലനെ അടിച്ച് വീഴ്ത്തുന്നൊരു രംഗമുണ്ട്. അപ്പോൾ ആ സിനിമ സെറ്റിലെ ഒരു പരിചയം വെച്ച് ചില ആളുകൾ പറഞ്ഞത്, ആ വേഷം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ മോഹൻലാൽ വളരെ ചിരിച്ചും കളിച്ചും ചായ കുടിച്ചും വളരെ സന്തോഷത്തിൽ ആടിത്തിമിർത്തും ഡാൻസ് കളിച്ചുമൊക്കെ നിൽക്കുകയും, എന്നാൽ ഇവിടെ ഈ സിനിമ ഈ അഭ്രപാളികളിലേക്ക് അല്ലെങ്കിൽ ഈ അഭിനയ സമയത്തേക്ക് വരുമ്പോൾ ആൾ സിനിമ പറയുന്ന വേഷം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുകയാണ്. അപ്പോൾ നിശ്ചയമായും നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കണം, നമുക്കൊരു അസ്തിത്വം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് സുവിശേഷ പ്രഘോഷണങ്ങളുമായും ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വേർഡ്സ് ആൻഡ് ഡീഡ്സ് മസ്റ്റ് ഗോ ടുഗെദർ. നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒരേപോലെ പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ വേദിയിൽ വളരെ വിശുദ്ധനായ ഒരാളായി മാറുകയും നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ അവിശുദ്ധി അല്ലെങ്കിൽ അശുദ്ധിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ചെയ്യുന്നത് കൃത്യമായ ധാർമ്മിക കാര്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തനത് വ്യക്തിത്വവും നിർമ്മിക്കപ്പെട്ട മതവ്യക്തിത്വവുമുണ്ട്. ഇന്ന് ധാരാളം ഉപദേശിമാർക്കും ഈ ഒരു പ്രശ്നമുണ്ട്. ധാരാളം പുതിയ സുവിശേഷകർക്കും കൺവെൻഷൻ പ്രസംഗകർക്കും ഒക്കെ ഈ ഒരു പ്രശ്നമുണ്ട്. അവരുടെ തനത് വ്യക്തിത്വത്തിൽ നിന്ന് മാറി പലപ്പോഴും അവർ സ്റ്റേജിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ പോഡിയത്തിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ അവർ നിർമ്മിച്ചുണ്ടാക്കുന്ന ഒരു മത വ്യക്തിത്വമാണ്. ഈ സിനിമയോട് ചേർന്നാണെങ്കിലും സന്ദർഭവശാൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, കേരളത്തിലെ കൺവെൻഷൻ വേദികൾ, കൺവെൻഷൻ പ്രസംഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ ഞാനൊന്ന് പരിശോധിക്കുമ്പോൾ അതിലൊരു ഒട്ടുമിക്ക ആളുകളും അവരുടെ തനത് വ്യക്തിത്വത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അവർ നിർമ്മിച്ചുണ്ടാക്കുന്ന അവരുടെ മതവ്യക്തിത്വം എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോമിലെത്തുമ്പോൾ, പോഡിയത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ തനത് ശൈലിയിൽ നിന്നും തനത് രീതിയിൽ നിന്നൊക്കെ മാറി മറ്റൊരാളായി തങ്ങളെ ചിത്രീകരിക്കാൻ അവർ ശ്രമിക്കാറുണ്ട്. ഈ കാര്യം ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്, ഇപ്പോൾ ഒരു കൺവെൻഷൻ വേദിയിൽ ഒരു കൺവെൻഷൻ പ്രസംഗകന് അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഒരു 5,000 മുതൽ മേളിലോട്ടാണ്. 10,000 15,000 ഒക്കെ ലഭിക്കുന്ന ആളുകളുണ്ട്. ഒരു മണിക്കൂർ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് അത്രയും പണം ലഭിക്കാറുണ്ട്. പക്ഷെങ്കിൽ ഒരിക്കലും നമ്മളുടെ തനത് വ്യക്തിത്വവും നിർമ്മിക്കപ്പെട്ട വ്യക്തിത്വവും ഉണ്ടാകാനായിട്ട് പാടില്ല. നമ്മളായി തന്നെ നിലകൊള്ളുക. നമ്മുടെ ജീവിതം, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഗാന്ധിജി പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം ആകട്ടെ നമ്മുടെ സന്ദേശം. ഈ സിനിമ നമ്മൾ ഇത്രത്തോളം കുറേ കാര്യങ്ങൾ ഈ ട്രാൻസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് വിശകലനം ചെയ്യാൻ കഴിഞ്ഞു. അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, അനുവാചകരുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്നൊരു സിനിമയാണ് ട്രാൻസ് എന്ന് പറയുന്നത്. അതുപോലെ മതത്തിൻ്റെ കാപട്യമുഖത്തെയും വാണിജ്യവൽക്കരണത്തെയും ഒക്കെ ചോദ്യം ചെയ്യാൻ പാകത്തിന് ഈ സിനിമ ആ സംവിധായകനും അതുപോലെ അതിൻ്റെ കൂടെയുള്ള ആളുകളും ഒരുക്കുകയാണ് ചെയ്യുന്നത്. സിനിമ എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി പറഞ്ഞാൽ കൃത്യമായ സമൂഹത്തിൻ്റെ കൃത്യമായ നേർക്കാഴ്ചയാണ് ട്രാൻസ് എന്ന സിനിമയിലൂടെ ബെന്തക്കോസ്റ്റ് അനുഭവങ്ങൾ
എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും.